അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രീയ റാലിയിൽ ഹോർമുസ് കടലിടുക്കിനെ കുറിച്ച് നടത്തിയ പ്രസ്താവന ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ ഈ കടൽപാതയെ നിലവിലൊരു അമേരിക്കൻ പ്രദേശമായിട്ടാണ് താൻ കാണുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നാണ് ഹോർമുസ് കടലിടുക്ക്. മേഖലയിൽ അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയ ഉപരോധം ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ഈ പ്രസ്താവന നടത്തിയത്. ഉപരോധത്തിലൂടെ അമേരിക്കയ്ക്ക് പ്രദേശത്ത് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാൻ ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ അമേരിക്ക അനുവദിക്കില്ലെന്ന് ട്രംപ് ആവർത്തിച്ചു. ഇറാന്റെ പക്കൽ ആണവായുധം എത്തിയാൽ അത് വലിയ ഭവിഷ്യത്തുകൾക്ക് വഴിവെക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാൻ ആണവ ലക്ഷ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. മേഖലയിലെ സംഘർഷങ്ങൾക്ക് ശേഷം ഇറാൻ ഇപ്പോൾ അമേരിക്കയുമായി ഒരു കരാറിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ അമേരിക്കയുടെ നിബന്ധനകൾക്ക് വിധേയമായി ഒരു കരാറിന് ഇറാൻ പൂർണ്ണമായി തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർന്നു പോയെന്നാണ് ട്രംപിന്റെ മറ്റൊരു പ്രധാന അവകാശവാദം. രാജ്യത്തിന് ഇപ്പോൾ കാര്യക്ഷമമായ നാവികസേനയോ വ്യോമസേനയോ ഇല്ലെന്ന് അദ്ദേഹം റാലിയിൽ പറഞ്ഞു. പ്രധാന സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും നശിക്കപ്പെട്ടതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർച്ചയായ സൈനിക നടപടികളിലൂടെ ഇറാന്റെ നേതൃത്വത്തിനും കനത്ത പ്രഹരമേറ്റിട്ടുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. ഉയർന്ന സൈനിക മേധാവികളുടെയും നേതാക്കളുടെയും നഷ്ടം ഇറാന്റെ തീരുമാനങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇറാന്റെ കയ്യിൽ ഇനിയും ചില മിസൈലുകളും ഡ്രോണുകളും അവശേഷിക്കുന്നുണ്ടാകാമെന്ന് ട്രംപ് സമ്മതിച്ചു. എന്നാൽ മുൻമാസങ്ങളെ അപേക്ഷിച്ച് പുതിയ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള അവരുടെ ശേഷി വളരെ താഴേക്കിറങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും പണപ്പെരുപ്പവും കാരണം ഇറാൻ വലിയ തകർച്ചയിലാണെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ സൈനികർക്ക് ശമ്പളം പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള കടൽപാത സ്വന്തം പ്രദേശമായി പ്രഖ്യാപിക്കുന്നത് അസാധാരണമാണ്. അതിനാൽ തന്നെ ട്രംപിന്റെ പ്രസ്താവന നയതന്ത്ര മേഖലയിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ട്രംപിന്റെ അവകാശവാദങ്ങളെ തള്ളി ഇറാൻ രംഗത്തെത്തി. അമേരിക്കയുടെ ഈ നിലപാട് വെറും ഭ്രമം മാത്രമാണെന്നും ഹോർമുസ് കടലിടുക്കിലെ അവകാശം സംരക്ഷിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും ഇറാൻ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ശതമാനം കടന്നുപോകുന്ന പാതയായതിനാൽ ഹോർമുസ് കടലിടുക്കിലെ അസ്ഥിരത ആഗോള വിപണിയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. എണ്ണവില വർധനവ് തടയാൻ തങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ ഈ കടുത്ത നിലപാടുകൾ വരും ദിവസങ്ങളിൽ മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തിൽ കൂടുതൽ തരംഗങ്ങൾ ഉണ്ടാക്കും. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വിദേശ നയം പ്രധാന വിഷയമായി മാറുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഈ റാലിയിലെ പ്രസംഗം. ഇറാനുമേൽ സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദവും ശക്തമായി തുടരാനാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ തീരുമാനം. ഇറാൻ ഉപാധികളില്ലാതെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നതുവരെ ഈ നയം തുടരുമെന്ന് ട്രംപ് സൂചിപ്പിച്ചു. ഏതാനും മാസങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര തലം മുതൽ സജീവ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെയും ഇറാന്റെയും കർശന നിലപാടുകൾ കാരണം ചർച്ചകൾ നീണ്ടുപോവുകയാണ്. ട്രംപിന്റെ പ്രസ്താവനകൾ ഇറാനുമേലുള്ള അമേരിക്കൻ അധിനിവേശ തന്ത്രത്തിന്റെയും രാഷ്ട്രീയ നിലപാടുകളുടെയും പ്രതിഫലനമാണ്. ഹോർമുസ് കടലിടുക്കിന്റെ ഭാവി ആഗോള സമ്പദ് വ്യവസ്ഥയെയും സുരക്ഷയെയും നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകമായി തുടരും.